അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഗാസ പുനർനിർമ്മാണ പദ്ധതിയിലെ സമയക്രമത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച ഇസ്രയേൽ രംഗത്ത് വന്നതാണ് ഇപ്പോൾ ആശങ്കയ്ക്ക് കാരണമാകുന്നത്. ഗാസയുടെ പുനർനിർമ്മാണത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ഹമാസും മറ്റ് സായുധ ഗ്രൂപ്പുകളും പൂർണ്ണമായും ആയുധം വെച്ചൊഴിയുകയും ഗാസ സൈനിക മുക്തമാകുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. US നേതൃത്വത്തിലുള്ള ബോർഡ് ഓഫ് പീസിന്റെ ഡയറക്ടർ ജനറൽ നിക്കോളാസ് മ്ലാദനേവുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ട്രംപിന്റെ പുതിയ കരാറുമായി ബന്ധപ്പെട്ട് ചില വിയോജിപ്പുകൾ ഉണ്ടെന്നും അത് താൻ മറച്ചുവെക്കുന്നില്ല എന്നുമാണ് നെതന്യാഹു പറഞ്ഞത്. ഗാസയിലെ ആയുധങ്ങൾ പൂർണ്ണമായി നിർവീര്യമാക്കുന്നതുവരെ ഇസ്രയേൽ പ്രതിരോധ സേന യെല്ലോ ലൈനിന് അപ്പുറത്തേക്ക് പിന്മാറില്ല എന്ന് ബോർഡ് ഓഫ് പീസും പ്രഖ്യാപിച്ചു. ഗാസയിൽ ഇസ്രയേൽ സേന നിലയുറപ്പിച്ചിരിക്കുന്ന സൈനിക അതിർത്തി രേഖയാണ് യെല്ലോ ലൈൻ. പുറത്തുവന്ന ഗാസ സമാധാന കരാറിന്റെ രൂപരേഖ ഇസ്രയേലിന്റെ നിലപാടുകളെ പ്രതിഫലിപ്പിക്കുന്നില്ല എന്നും അമേരിക്കൻ പ്രതിനിധികളെ തങ്ങളുടെ ആശങ്കകൾ അറിയിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് വക്താവ് ഡോറോൺ സ്പീൽമാൻ പ്രതികരിച്ചു. ഹമാസ് പൂർണ്ണമായും ആയുധം വെച്ചൊഴിയാത്ത ഏത് നീക്കവും ഇസ്രയേലിന് വീണ്ടും ഭീഷണിയാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഇസ്രയേൽ സർക്കാരിന്റെ തീവ്ര വലതുപക്ഷ മന്ത്രിമാരും കരാറിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. തങ്ങൾ അംഗീകരിച്ചതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഈ കരാറെന്ന് ധനമന്ത്രി ബെസലേൽ സ്ട്രോമിച്ച് ആരോപിക്കുകയും പുതിയ വോട്ടെടുപ്പ് ഉടൻ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ട്രംപിന്റെ 20 ദിന സമാധാന പദ്ധതിയിൽ നിരവധി പോസിറ്റീവ് ഘടകങ്ങളുണ്ടെന്ന് ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് പ്രതികരിച്ചു. ഹമാസ് പൂർണ്ണമായും നിരായുധീകരിക്കപ്പെടണമെന്ന വ്യക്തമായ വ്യവസ്ഥയോടെയാണ് അദ്ദേഹം ഇതിനെ പിന്തുണച്ചത്. ഗാസയിലെ സായുധ നിയന്ത്രണം അവസാനിപ്പിച്ച് സുസ്ഥിരമായ ഒരു സിവിലിയൻ ഭരണത്തിലേക്ക് മാറുന്നതിനാണ് ഈ സമാധാന ശ്രമങ്ങൾ ലക്ഷ്യമിടുന്നത്. ഈ മാറ്റങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിനായി ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സും അമേരിക്കയുടെയും ബോർഡ് ഓഫ് പീസിന്റെയും സംയുക്ത പ്രതിനിധികളടങ്ങുന്ന ഇംപ്ലിമെന്റേഷൻ വെരിഫിക്കേഷൻ കമ്മിറ്റിയും പ്രവർത്തിക്കും. അതേസമയം സമാധാന ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ മ്ലാദനോവ് നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഇരുവശത്തു നിന്നും കരാർ വ്യവസ്ഥകൾ കൃത്യമായി പാലിച്ചാൽ മാത്രമേ സമാധാന പ്രക്രിയ മുന്നോട്ട് പോവുകയുള്ളൂ എന്നും ബോർഡ് ഓഫ് പീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. അതേസമയം ഗാസ യുദ്ധത്തിനിടെ ഏറ്റവും വലിയ ആക്രമണങ്ങളിലൊന്നിൽ കൊല്ലപ്പെട്ട 112 പലസ്തീനുകളുടെ മൃതദേഹങ്ങൾ 1.5 വർഷത്തിനു ശേഷം കണ്ടെത്തി സംസ്കരിച്ചു. 40 കുഞ്ഞുങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. ചൊവ്വാഴ്ച മധ്യ ഗാസയിലെ ദീർ അൽ ബലാഹിൽ നടന്ന കൂട്ടപ്രാർത്ഥനയിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. 2023 നവംബറിലായിരുന്നു ഇവരുടെ പ്രാണനെടുത്ത ബോംബാക്രമണം നടന്നത്. ഇസ്രയേലിന്റെ തുടർച്ചയായ ആക്രമണങ്ങൾ കാരണമാണ് മൃതദേഹങ്ങൾ ഇതുവരെ പുറത്തെടുക്കാൻ സാധിക്കാതെയിരുന്നത്. പലസ്തീൻ പതാകകൾ പൊതിഞ്ഞ 100-ലധികം പെട്ടികൾ നിലത്ത് നിരത്തിവെച്ചാണ് മയ്യത്ത് സംസ്കാരം നടത്തിയത്. പ്രാർത്ഥനകൾക്ക് ശേഷം തകർന്ന കെട്ടിടങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും ഇടയിലൂടെ മൃതദേഹങ്ങൾ ബന്ധുക്കളും നാട്ടുകാരും അടുത്തുള്ള ഖബർസ്ഥാനിലേക്ക് വിലാപയാത്രയായി കൊണ്ടുപോയി. ഏകദേശം 7400 പേർ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി ബന്ധുക്കൾ വിവരങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് ഗസ ആരോഗ്യ മന്ത്രാലയം പറയുന്നു. എന്നാൽ ചില ആക്രമണങ്ങളിൽ കുടുംബങ്ങൾ ഒന്നടങ്കം കൊല്ലപ്പെട്ടതിനാൽ പരാതി നൽകാൻ ആരുമില്ലാത്ത അവസ്ഥയാണെന്നും അതിനാൽ കാണാതായവരുടെ യഥാർത്ഥ കണക്ക് ഇതിലും എത്രയോ ആയിരങ്ങൾ കൂടുതലായിരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.